എല്ലാവർക്കും നമസ്കാരമാണ്. ഏതായാൽ ഇന്ന് നിങ്ങൾ നിലമ്പൂരിനെ വിളിച്ചു. നിങ്ങൾ ഒരു മാസത്തിന് മുമ്പിനെ തന്നെ എന്നെ ബുക്കിംഗ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് കിട്ടുന്ന ഒരു പരിപാടിനെ അവിടെ തള്ളി വെച്ചിട്ട് ഞാൻ ഇവിടെ ഓടി വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പരിപാടി പോയിട്ടുണ്ടാകും. ഇത് ഒരു മാസത്തിന് മുമ്പിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു. ഇത്ര മക്കളിനെ നിലമ്പൂരിനെ വച്ചിട്ട് ഇന്ന് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതാണ്. ഇത്രയും മക്കളും കൂടി, ഇത്ര സാറുമാർകളും കൂടി, സെക്രട്ടറി സാറുകൾ, പ്രസിഡന്റ് സാറുകൾ, നിങ്ങളുടെ നമ്മുടെ രാജ്യത്തിനെ ഇത്ര ജനങ്ങളെ കാണാൻ, ഇത്ര സാറുമാർകളെ കാണാൻ ഈ സ്റ്റേജിനെ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഇന്നാണ്. കുറേ സ്റ്റേജിനെ വന്നിട്ടുണ്ട്, പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതേ നിലമ്പൂരിനെ വന്നിട്ട് ഉള്ളു ഏരിയവിനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ടൗണിനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്ര മക്കളിനെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് ഈ സ്റ്റേജിനെ ഒരു കാലഘട്ടത്തിനെ നിങ്ങൾക്ക് എന്നെ അറിയാതെ, എനിക്ക് നിങ്ങളെ അറിയാതെ നമ്മൾ ജീവിച്ചവരാണ്. ആദിവാസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിയൊളന്ന് ജീവിച്ചവരാണ്. ഇന്ന് ഇത്ര സാർമാർ കണ്ട മുമ്പിനെ നമ്മൾക്ക് മൈക്ക് പിടുത്ത് പറയാനോ, രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാനോ, രണ്ട് വാക്ക് പാട്ട് പാടാനോ കളവ് കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ കളവാണ്. ഒരു കാലഘട്ടത്തിന് ആളുകളെ കണ്ട ഞങ്ങളുടെ ആളുകൾ ഓടിയൊളുന്നു, മറിഞ്ഞ് മരമുണ്ടനെ പോയി ഒളിങ്ങും, കാട്ടിനെ പോയി മറിഞ്ഞ് നിൽക്കും. അങ്ങനെ ജീവിച്ചവരാണ് ആദിവാസി. ഇന്ന് അങ്ങനെ പറ്റില്ല. അല്ല, ഞങ്ങളുടെ ആൾക്കാർ മൊത്തം ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ ആൾ മാത്രമല്ല, ആദിവാസി മാത്രമല്ല, നമ്മളെല്ലാ സാറുമാരുടെ ഒപ്പണിന്ന് അവരുടെ പണിയെടുത്ത് അവരുടെ മിറ്റത്തിരുന്ന് നമ്മൾ ജീവിച്ച് നമ്മൾ മുമ്പോട്ട് വരുന്ന ആളുകളാണ്. ഇന്ന് അവരുടെ ഒപ്പം നമ്മൾ നിൽക്കുന്നു. അവരുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾ, ഉലകത്തിനെ എല്ലാവരുടെ മക്കളും അതിനെ പഠിക്കണം, അവർ മുൻകൈയെടുത്ത് നടത്തണം. ആട്ടിനെ വരണോ, പാട്ടിനെ വരണോ, അവരുടെ കളവിനെ പുറത്തേക്ക് കൊണ്ടുവരണോ. അപ്പം മാത്രമാണ് നമ്മൾക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ വീടറിയാതെ, നാടറിയാതെ, കാടറിയാതെ, കാട്ടിനെ, മേട്ടിനെ, പക്കിനെ, പറവനെ ഞാൻ മറിഞ്ഞ് ജീവിച്ചവളാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിനെ ഈ മൈക്ക് പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കളവാണ്. അപ്പം അത്ര കളവും ഞങ്ങൾ മറിച്ചു കൊണ്ടാണ് വെച്ചിരുന്നത് ഒരു കാലഘട്ടത്തിന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മറിക്കാൻ പാടില്ല. ജനിച്ചതിനെ തന്നെ അവർ ഫോൺ വിളിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം അവർ മുൻകൈയെടുത്ത് എല്ലാ രാജ്യ മക്കളും, എല്ലാ രാജ്യത്തിനെ, നമ്മുടെ ഈ 14 ജില്ലത്തിനെ ഉള്ള മക്കളും എല്ലാ ജില്ലത്തിനെ പോയി വരുന്നതാണ്. എല്ലാത്തിനെ അവർക്ക് കളവുണ്ട്, അവർക്ക് ധൈര്യമുണ്ട്, അവർക്ക് പാട്ടുണ്ട്, അവർക്ക് ഡാൻസ് ഉണ്ട്. അവരുടെ കളവിനെ എല്ലാവരും പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഏതായാൽ എല്ലാ കളവിനെ നിങ്ങൾ മുമ്പോട്ട് നിന്നാൽ പഠിക്കാതെ നിങ്ങൾ ഇരിക്കണ്ട. പഠിത്തിരിക്കണോ, പാവപ്പെട്ട കുട്ടികളും പഠിക്കണോ, വലിയവർ കുട്ടികളും പഠിക്കണോ. ഒന്നൊക്കെ ആകാത്തവർ ഇരുന്നാൽ നമ്മുടെ ഗവൺമെൻറ് സാർമാർകൾ അതിനെ നിങ്ങളെ പഠിക്കാൻ വെക്കും. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ചെലവാക്കി തരും. നിങ്ങളത് വാങ്ങിയെടുത്ത് കുട്ടികളെ മാത്രം അടിപൊളിയായിട്ട് പഠിക്കാൻ വെക്കണോ, അവർ മുമ്പോട്ട് വരണോ. അതാണ് എൻ്റെ സന്തോഷം. ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞാൻ 1ാം ക്ലാസ് പോലെ സ്കൂൾ ഏതെന്ന് അറിയാതെ അവർ ജീവിച്ചവളാണ് അട്ടപ്പാടിനെ. ഞങ്ങൾ ജനിക്കുന്ന കാലത്തിന് സ്കൂളില്ല. നമ്മൾ മാടിനെ, ആടിനെ മേച്ചുകൊണ്ട് കാടിനെ, പക്കിനെ, പറവനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അച്ഛൻ പറയും, എന്താടി നിനക്ക് വീട്ടിനെ പണിയില്ലയാന്ന്. ഞാൻ പറയും, അച്ഛൻ പഠിപ്പില്ല, ഒന്നില്ല, ഞങ്ങൾ ഏതോ കളവിനെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആട്ടിനെ പാട്ടിനെ പോകും കേട്ടോ. ഞങ്ങളുടെ രാജ്യത്തിന് അമ്പലായം പരിപാടി വെക്കും, അടിയന്തരായ പരിപാടി വെക്കും. ആ പരിപാടിനെ പോയി പങ്കെടുത്താണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അടി വാങ്ങി ഞാൻ ഈ കളവൊക്കെ കണ്ടെത്തിയത്. 13 വയസ്സിനെയാണ് ഞാൻ ഈ പരിപാടി കളവിനെ കണ്ടെത്തിയത്. അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ ഈ സ്റ്റേജിനെ നിന്ന് ഇത്ര ജനങ്ങളുടെ മുമ്പിനെ നോക്കിയാൽ എനിക്കൊരു സൗകര്യം കിട്ടിയത്. പഠിപ്പില്ലാതെ പോയാൽ ഞാൻ ബുദ്ധിനെ പോയി, പാട്ടിനെ പോയി, ആട്ടിനെ പോയി, എൻ്റെ കലനെ പോയി. ആ കലയാണ് എന്നെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ
പഠിക്കാതെ ഇരുന്നാൽ പഠിച്ചാൽ ഒരു ആൾക്ക് ഒരു കലയുണ്ട്. എല്ലാ രാജ്യ മക്കൾക്ക് ഒരു കലയുണ്ട്. ആ കലനെ എടുത്ത് നടത്തണോ. നിങ്ങൾ എല്ലാ സാർമാർക്ക് അനുസരിച്ച് ടീച്ചർമാർക്ക് അനുസരിച്ച് സാർമാർക്ക് അനുസരിച്ച് നിങ്ങൾ എല്ലാ രാജ്യ മക്കൾ പഠിത്ത് മുൻകൈ എടുക്കണോ. മുൻകൂട്ടി വരണോ. അല്ല ജോലി വാങ്ങണോ. ഡോക്ടറായിട്ട് വരണോ. നേഴ്സായിട്ട് വരണോ. നിങ്ങൾക്ക് ഏതേത് ജോലി കിട്ടോ ആ ജോലിക്ക് നിങ്ങൾ കയറി പിടിക്കണം. എല്ലാ രാജ്യ മക്കൾക്കും ഒരു സന്തോഷമായിട്ട് വരണോ. സിരികളായാലും വലിയവരായാലും എല്ലാവർക്കും ഇതിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക സാർമാർക്കടക്കം നന്ദി നമസ്കാരമാണ്. ഞാൻ ഒരു പറയില്ല. എൻ്റെ വാക്കുകൾ ഇന്നേതോ ഈ സ്റ്റേജിനെ വന്നിട്ട് നിങ്ങളുടെ കുറേ നേരം പറയാൻ എനിക്കൊരു വാക്ക് കിട്ടി. ഇല്ലെങ്കിൽ എനിക്ക് വാക്കേ വരാതിരുന്നതാണ്. കുറേ വള്ളകൾ കുടിച്ചു. കുറേ സ്ഥലത്തിന് പാടാൻ പോയി. കുറേ സ്ഥലത്തിന് അഭിനയിക്കാൻ പോയി. എൻ്റെ ശ്രദ്ധം പോയി കിടക്കണ്. അതൊക്കെയാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്താൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരമാണ്. പാട്ട് എനിക്ക് കിട്ടിയാൻ തരാം. എൻ്റെ സ്വറ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ എടുത്തോ. ഇന്നാ ഞാൻ പാടിത്തരാം. വലിയതായിട്ട് എനിക്ക് പാടാൻ പറ്റില്ല. ചെറിയതായിട്ട് ഒരു സ്വറത്തിനെ തരാം കേട്ടോ. കളക്കാത്ത സന്തണമേ റവകുവക പുത്തുറുക്കോ പൂ പരിക്ക പോകിലമോ വിമേനത്തെ പക്കിലമോ തില്ലേ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 ലോ തില്ലേ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 ലോ തെക്കാത്ത സന്തണമേ റവകുവക പുത്തുറുക്കോ പൂ പരിക്ക പോകിലമോ വിമേനത്തെ പക്കിലമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 വടക്കാത്ത സന്തണമേ റവകുവക പുത്തുറുക്കു പൂ പരിക്ക പോകിലമോ വിമേനത്തെ പക്കിലമോ തില്ലേ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 ലോ തില്ലേലേലേലേലേലേലേലേലോ വടക്കാത്ത പുങ്കമേ റവകുവക പുത്തുറുക്കു പൂ പരിക്ക പോകിലമോ വിമേനത്തെ പക്കിലമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 മക്കാത്താണ് റമേ റവകുവക പുത്തുറുക്കു പൂ പരിക്ക പോകിലമോ വിമേനത്തെ പക്കിലമോ തില്ലേ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 ലോ തില്ലേലേലേലേലേലേലേലേലോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 ലാലേ. അതാണ് സോമേ വരുന്നത് കൊണ്ടാണ് ഞാൻ പാടത്തത്. ഇന്നൊരു ദിവസം വന്നാൽ നിങ്ങൾക്ക് അടിച്ചും പൊളിച്ചും പാടി തന്നിട്ട് പോകാം. ഏതായാൽ ഒറ്റടിനെ തന്ന പാട്ടാണ് എൻ്റെ ചച്ചി സാർക്ക് വേണ്ടിയിട്ട്. ചച്ചി സാർ അട്ടപ്പാടിനെ ഒരു പടം എടുക്കാൻ വന്നു. ആ പടത്തിനെ അഭിനയിച്ചു. സാർ പാട്ട് മാത്രമാണ് ഞാൻ കൊടുത്തതും. സാറ് പറഞ്ഞു ഏതായാൽ പാട്ട് വേണം നഞ്ചമ്മ ചേച്ചി അഭിനയിക്കണമെന്ന് പറഞ്ഞു. അട്ടപ്പാടി ഇതേപോലെ ദീപം കത്തി വഴി തുറന്ന് വെച്ചു. ചച്ചി സാറ് പെട്ടെന്ന് പോയി. അതാണ് ആ പാട്ട് ഇന്ന് നാട് മക്കൾ എല്ലാവരും ഏറ്റെടുത്തു. ഞാൻ ഇങ്ങനെ പാടൂ ഇങ്ങനെ തരുന്നു ഞാൻ മനസ്സിനെ വെച്ചിട്ടില്ല. ഒറ്റടിനെ തന്ന പാട്ടാണ്. 2 പാട്ട് എൻ്റെ സ്വന്തം പാട്ടാണ്. അതിനെ ഇന്ന് മക്കൾ എല്ലാവരും ഏറ്റെടുത്തു. അതേപോലെ നിങ്ങൾ എൻ്റെ പാട്ട് ഏറ്റെടുത്തു. നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾ ഏത് ടൈമിനായാൽ ഏത് ഇരുട്ടിനായാൽ ഏത് പരിപാടിക്ക് വിളിച്ചാൽ ആ സ്ഥലത്തിന് ഞാൻ ഉണ്ടാകും. ഞാൻ ഇല്ലയെന്ന് പറയില്ല. എൻ്റെ നാട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചും വരും. എല്ലാവർക്കും നമസ്കാരമാണ് 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 നമസ്കാരമാണ്. ഹലോ 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 ഇവിടുത്തെ നിലമ്പൂർ മൂപ്പനാണ് അല്ലേ? പട്ടക്കരം അല്ലേ? അതെ ശരി കേട്ടോ. എനിക്കറിയണ്ടേ? ഞങ്ങൾ അറിയാതെ പൃഥ്വിരാജെ പറഞ്ഞപ്പോലെ പൃഥ്വിരാജ് അറിയോ? എനിക്കറിയില്ല. വിജുമനറിയോ? എനിക്കറിയില്ല. അറിയാത്ത ആളെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എമ്പേർ മേലെ തെറ്റാണ്. അങ്ങനെ ഞാൻ അറിഞ്ഞ ആളുകൾ മാത്രം എനിക്ക് കിട്ടിയാൽ ഞാൻ പറയും. അറിയാത്ത ആളുകളെ ഞാൻ പേര് പറഞ്ഞു ഞാൻ പറയില്ല. അപ്പം അതിനെ എല്ലാവരും ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരമാണ്. എല്ലാവർക്കും നമസ്കാരമാണ്. എൻ്റെ വാക്കുകളെ നിർത്തി പോകണം. അതാണ്
എനിക്കധികം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ടൈമില്ല. അപ്പം നിങ്ങളെ വേണ്ടി കണ്ടു, നിലമ്പൂർ സ്റ്റേജിനെ വെച്ച് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നാട് ഇഷ്ടപ്പെട്ടു, മക്കൾ ഇഷ്ടപ്പെട്ടു, സ്ഥലം ഇഷ്ടപ്പെട്ടു ആണ്. ഞാൻ സന്തോഷമായിട്ട് ഇത്ര നേരം ഈ സ്റ്റേജിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോയിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാടും മക്കൾ ഇന്ന് കാണുമ്പോഴേക്ക് വലിയ ഒരു പൊളനെ തേങ്ങി നിൽക്കണ വള്ളം പോലെയാണ് ഇന്ന് മക്കൾ തേങ്ങി നിൽക്കണം. അവർക്ക് അതുപോലെ തന്നെ കാലകാലത്തിന് കിട്ടണോ, അതാണ് എൻ്റെ സന്തോഷം. ഞാൻ വാക്കിനെ നിർത്താൻ പോകുന്നതാണ് മക്കളെ.